പ്രണയിനി രചനാ സംഭാഷണം ഐഥിലി മിത്ര ഭാഗം 18. പ്രിയേ. സ്വന്തം മുറിക്കുള്ളിൽ അലറിക്കരഞ്ഞുകൊണ്ടിരുന്ന എന്നെ ഏട്ടത്തി നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എനിക്കപ്പോൾ എന്നെ തന്നെ സ്വയം നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഉള്ളിൽ കട്ടിപിടിച്ചിരുന്ന സങ്കടങ്ങളെ പെയ്തൊഴിയാനുള്ള തത്രപ്പാടിലായിരുന്നു ഞാനപ്പോൾ. പ്രിയേ, നീ വല്ല അസുഖവും വരുത്തി വയ്ക്കും, ഇങ്ങനെ കരയില്ലേടാ. ഏട്ടത്തി എന്നെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എൻ്റെ ചുമലിൽ തലോടുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ നെറുകയിൽ ചുണ്ടുകൾ ചേർക്കുന്നുണ്ട്. എൻ്റെ ഏങ്ങലടികൾ ഉച്ചത്തിലാവുമ്പോൾ എന്നെ മുറുക്കി കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നെ മുകുന്ദേട്ടന് ഇഷ്ടമല്ലാന്ന്, എന്നെ ഏട്ടൻ അങ്ങനൊന്നും കണ്ടിട്ടില്ലാന്ന്. ഞാനിതെങ്ങനെ സഹിക്കും ഏട്ടത്തി? ആഗ്രഹിച്ചു പോയതല്ലേ ഞാൻ, അത്രയ്ക്ക് കൊതിച്ചതല്ലേ. കരച്ചിലിനിടയിൽ എൻ്റെ ശബ്ദം പതറിയിരുന്നു. വാക്കുകൾ വളരെ ബന്ധപ്പെട്ട് പെറുക്കിയെടുത്താണ് ഏട്ടത്തിയോട് സങ്കടങ്ങൾ വിറയലോടെ പറഞ്ഞത് തന്നെ. പ്രിയേ, നീ ഒന്ന് അടങ്ങ്, ഞാൻ അവനോടൊന്ന് സംസാരിക്കാം. ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ കുഞ്ഞേ. എന്നോടൊപ്പം വിതുമ്പി കരയുന്ന ദീപേട്ടത്തിയെ ഞാൻ മുഖമുയർത്തി ഒന്ന് നോക്കി. ആളിനും എൻ്റെ കാര്യത്തിൽ നല്ല സങ്കടമുണ്ട്. മുകുന്ദേട്ടൻ സ്വന്തം അനിയനായതുകൊണ്ട് തന്നെ ഏട്ടത്തിക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. വേണ്ട ഏട്ടത്തി, ഇനിയൊന്നും പറയണ്ട. ഒരിക്കലും ഏട്ടത്തിയുടെ അനിയൻ എന്നെ അംഗീകരിക്കുകയില്ല. ഞാൻ കരഞ്ഞുകൊണ്ട് തന്നെ ഏട്ടത്തിയെ തടഞ്ഞു. കുറച്ചു മുൻപ് കാറിൽ നടന്ന കാര്യങ്ങൾ ഓർമ്മയിലേക്ക് എത്തിയപ്പോൾ എനിക്ക് അങ്ങനെ പറയാനാണ് തോന്നിയത്. കാരണം ഞാൻ എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞതും ഏട്ടൻ്റെ മുഖത്ത് എന്നോടുള്ള വെറുപ്പ് നിറയുന്നത് ഞാൻ വ്യക്തമായി കണ്ടിരുന്നു. അത്രയും നേരം എന്നോട് കാട്ടിയ കരുതലും സ്നേഹവും സംസാരവും ഒക്കെ അതിനുശേഷം പെട്ടെന്ന് നിലച്ചു പോയിരുന്നു. ഒരിക്കലും എന്നെ അങ്ങനെ കാണാനാവില്ലെന്ന് മുഖത്തടിച്ച് പറഞ്ഞതിന് ശേഷം ആളെന്നെ ഒന്ന് രൂക്ഷമായി നോക്കിയത് ഇപ്പോഴും വ്യക്തതയോടെ കൺമുൻപിൽ തെളിയുന്നുണ്ട്. അതും കണ്ണിൽ തീ എരിയിച്ചുകൊണ്ട്. അതിൻ്റെ ചൂടിൽ എന്തെരിഞ്ഞു പോകുമോ എന്ന് പോലും ഞാൻ ഭയപ്പെട്ടു പോയിരുന്നു. അതിനുശേഷം മുകുന്ദേട്ടൻ എൻ്റെ മുഖത്തേക്ക് ഒരിക്കൽ പോലും നോക്കിയിട്ടില്ല. മുന്നിലേക്ക് നോക്കി വണ്ടി ഓടിച്ചു, അത്രമാത്രം. അതും പതിവിലും കൂടുതൽ ഗൗരവത്തോടു കൂടി. വീടിന് മുൻപിൽ വന്ന് നിർത്തി എന്നെ ഇവിടെ ഇറക്കിയതിന് ശേഷം റിവേഴ്സ് എടുത്ത് വേഗത്തിൽ പോകുന്ന കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വല്ലാത്ത ഭയം തോന്നിപ്പോയി. എന്നോടുള്ള ദേഷ്യമാണ് ആ വണ്ടിയോട് തീർത്തതെന്ന കാര്യം ആരും പറയാതെ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് പ്രിയേ? നീ നിൻ്റെ ഇഷ്ടം അവനോട് പറഞ്ഞു, ഉടൻ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള മറുപടി മൂതനിൽ നിന്നും തിരിച്ചു കിട്ടണമെന്നൊക്കെ വെച്ചാൽ അതൊക്കെ നടക്കുന്ന കാര്യമാണോ? അവനും ഇത്തിരി സമയം കൊടുക്കണ്ടേ? അതുകൊണ്ട് എൻ്റെ കുഞ്ഞ് ഇതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കാതെ ഈ ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് കുളിച്ചുഷാറായിട്ട് താഴേക്ക് വായോ. വന്നപ്പോൾ തൊട്ടോ ഈ മുറിക്കകത്ത് ഇങ്ങനെ അടച്ചിരിക്കുവല്ലേ. ഏട്ടത്തിയുടെ സംസാരം കേട്ടപ്പോൾ ഞാൻ ഒട്ടൊരു വല്ലായ്മയോടുകൂടി തന്നെ ആളെ നോക്കി. എൻ്റെ കണ്ണുകൾ എന്നോട് കെഞ്ചുകയാണെന്ന് മനസ്സിലായതും ഉടൻ തന്നെ ഞാൻ കരച്ചിൽ നിർത്തുവാനായി ശ്രമിച്ചു. കൈവെള്ള കൊണ്ട് മുഖം ഒന്ന് അമർത്തി തുടച്ചതിന് ശേഷം ഏട്ടത്തിയെ നോക്കിക്കൊണ്ട് തന്നെ ഞാൻ ഇത്തിരി നേരം കൂടി ആ തോളിലേക്ക് ചാഞ്ഞു കിടന്നു. പ്രിയേ, നിന്നോട് ഞാനൊരു കാര്യം പറയാം. നിൻ്റെ സ്നേഹം സത്യമാണെങ്കിൽ, നീ അവനെ അത്രയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിനക്ക് തന്നെ വന്നു ചേരും. അതിപ്പോൾ ഏതവസ്ഥയിലാണെങ്കിലും. അതുകൊണ്ട് ഇതും ആലോചിച്ചു കൊണ്ടിരിക്കാതെ ഈ PG ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്ക്. ഇതിപ്പോൾ വർഷാവസാനമല്ലേ. 5-6 മാസങ്ങൾ കൂടി കഴിഞ്ഞ് എക്സാം ഇങ്ങെത്തും. പഠിത്തത്തിൽ ഉഴപ്പരുത്. അവനവിടെ കല്യാണാചനകൾ വരുന്നതല്ലേ ഉള്ളൂ, അല്ലാതെ അവൻ്റെ കെട്ടൊന്നും ഉറപ്പിച്ചിട്ടില്ലല്ലോ. ദീപേട്ടത്തി എന്നെ ചേർത്തിരുത്തിക്കൊണ്ട് വീണ്ടും ഓരോരോ കാര്യങ്ങൾ വിശദീകരിച്ച് തന്നതും ഞാനതൊക്കെ കേട്ടുകൊണ്ട് മുഖം കുനിച്ചിരുന്നു. ശരിയാണ്, ഏട്ടൻ്റെ കല്യാണമൊന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ. എൻ്റെ ഇഷ്ടം ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ. ഏട്ടത്തി പറയുന്നത് പോലെ ഒരാൾ ഉള്ളിലുള്ള ഇഷ്ടം പറയുമ്പോൾ തന്നെ ആരും ആരെയും തിരിച്ച് പ്രേമിക്കുകയൊന്നും ഇല്ലല്ലോ. മുകുന്ദേട്ടന് ഇത്തിരി സമയം കൊടുക്കാം. ആളിൻ്റെ മനസ്സിനി മാറിയാലോ? മാറും. മാറാതെ എവിടെ പോകാനാ? ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിച്ചു. വീണ്ടും എന്നിൽ പ്രതീക്ഷകൾ മുളച്ചു. വീണ്ടും മുകുന്ദേട്ടൻ എന്ന പേരിൽ ഞാൻ നാമം ജപിച്ചു. വീണ്ടും ആളിനു വേണ്ടി ഞാൻ പ്രണയപ്രതിഷ്ഠ നടത്തി. വീണ്ടും ഏട്ടനെ ഞാൻ മനസ്സിൽ പൂജിക്കാൻ തുടങ്ങി. ഏട്ടത്തി, ഞാൻ കുളിച്ചിട്ട് വരാവേ. അത്രയും നേരം ഇരുന്ന് കരഞ്ഞതുകൊണ്ട് എനിക്ക് വല്ലാതെ തലവേദനിക്കുന്നുണ്ടായിരുന്നു. പോയി വാ, നീ തിരിച്ചു വരുന്നിടം വരെ ഞാനിവിടെ ഇരുന്നോളാം. ഞാൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമോ എന്നുള്ള പേടി ഉള്ളതിനാലാവാം ദീപേട്ടത്തി എൻ്റെ മുറിയിലെ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാതെ തന്നെ അങ്ങനെ തന്നെ ഇരുന്നത്. എനിക്ക് വല്ലാത്ത പാവം തോന്നി ഏട്ടത്തിയോട്. എന്നെ പ്രതി ആൾ വല്ലാതെ ടെൻഷൻ അടിക്കുന്നുണ്ട്. വേണ്ട, ഏട്ടത്തി പോയിക്കോളൂ. ഇടയ്ക്ക് താഴേക്ക് ചെന്നില്ലെങ്കിൽ പിന്നെ അത് മതി.
എൻ്റെ അമ്മയ്ക്ക് ഏട്ടത്തിയെ വഴക്ക് പറയാൻ. അമ്മയുടെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ ദീപേട്ടത്തിയെ നിർബന്ധിച്ച് താഴേക്ക് പറഞ്ഞു വിട്ടു. ശേഷം ഇട്ടുമാറാനുള്ള തുണിയുമായി ഞാൻ കുളിമുറിയിലേക്ക് കടന്നു. ഷവർ തുറന്നു വിട്ടിട്ട് അതിന് കീഴിലായി ഞാൻ കുറേ നേരം നിന്നു. ഉള്ളിലുള്ള സങ്കടങ്ങൾ കണ്ണുനീരായി വെള്ളത്തോടൊപ്പം തറയിലേക്ക് പതിക്കുന്നത് എനിക്കറിയാൻ കഴിയുന്നുണ്ടായിരുന്നു. കുറേയേറെ സമയമെടുത്തു ഒന്ന് കുളിച്ചിറങ്ങുവാൻ. ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിൽ ഞാൻ താഴേക്ക് പടികളിറങ്ങി. ആ കുഞ്ഞി, എന്തേ നിനക്ക് പറ്റിയേ? മുഖമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ. എൻ്റെ കരഞ്ഞു നീരുവെച്ച വീർത്ത മുഖവും കണ്ണുകളും ഒക്കെ കണ്ടതിനാലാവാം ചായ കുടിക്കുവാനായി ഡൈനിങ് ടേബിളിൽ വന്നിരുന്ന അച്ഛൻ എന്നെ നോക്കി സംശയത്തോടെ ചോദിച്ചത്. അവക്കിന്ന് കോളേജിൽ നിന്ന് വന്നപ്പോൾ തൊട്ട് നല്ല തലവേദനയായിരുന്നു അച്ഛേ. ഞാൻ നിർബന്ധിച്ച് കുളിക്കാൻ പറഞ്ഞു വിട്ടതാ. എൻ്റെ അവസ്ഥ മനസ്സിലാക്കിയത് കൊണ്ടാവാം അങ്ങോട്ടേക്ക് ചായയുമായി വന്ന ദീപേട്ടത്തി എന്നെ രക്ഷിക്കുവാനായി ശ്രമിച്ചത്. അയ്യോ, ഒട്ടും വയ്യേ മോളെ, ആശുപത്രിയിൽ പോണോ? അടുത്തേക്ക് ചെന്നെ എൻ്റെ നെറ്റിയിലും കഴുത്തിലും മുഖത്തിലും ഒക്കെ കൈത്തണ്ട കൊണ്ട് അച്ഛൻ പരിശോധിച്ചു. കുളിച്ചപ്പോൾ കുറഞ്ഞച്ചേ. കരഞ്ഞു കരഞ്ഞെൻ്റെ തൊണ്ട അടഞ്ഞു പോയിരുന്നു. ഒട്ടും വയ്യായെങ്കിൽ എന്നോട് പറയരുതായിരുന്നോ മോളെ? നോക്കിയേ, ഒച്ച പോലും അടഞ്ഞു പോയി. അച്ഛൻ കരുതലോടെ ശാസിച്ചപ്പോൾ ഞാൻ പതിയെ അച്ഛൻ്റെ മടിയിലേക്ക് കയറിയിരുന്നു. ശേഷം ആ തോളിലേക്ക് സങ്കടത്തോടെ തല ചേർത്തു. ഒട്ടും വയ്യേ എൻ്റെ പൊന്നിന്. എൻ്റെ തകർന്ന ഭാവം കണ്ടതിനാൽ അച്ഛനും വല്ലാതായി പോയിരുന്നു. കുഴപ്പമില്ല അച്ഛേ. കണ്ണിൽ ഉരുണ്ടുകൂടിയ കണ്ണുനീരിനെ ശാസനയോടെ തടഞ്ഞുകൊണ്ട് ഞാൻ ആ സുരക്ഷിതത്വത്തിലേക്ക് മുഖം പൂഴ്ത്തി കിടന്നു. എണീറ്റിത്തിരി ചൂട് ചായ കുടിക്ക് പ്രിയേ, ഈ തലവേദനയൊക്കെ പമ്പ കിടക്കും. ഏട്ടത്തി വീണ്ടും അടുത്തു നിന്ന് എന്നെ കരുതലോടെ ശാസിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അതനുസരിക്കാതെ അച്ഛൻ്റെ ചൂടിൽ പറ്റിച്ചേർന്ന് കിടന്നു. എണീക്ക് മോളെ, ഏട്ടത്തി പറയുന്ന കേക്ക്. ഇത്തിരി ചായ കുടിച്ച ഈ വേദനയൊക്കെ അങ്ങ് മാറും. മോളൊന്ന് ഉഷാറാവും. അച്ഛനും കൂടി നിർബന്ധിച്ചപ്പോഴേക്കും പിന്നീട് ഞാനൊന്നും പറഞ്ഞില്ല. ആ മടിയിൽ നിന്ന് എഴുന്നേറ്റ് തൊട്ടരിയിലായി കിടന്ന കസേരയിൽ ഞാൻ ഇരിപ്പുറപ്പിച്ചു. ഏട്ടത്തി കൊണ്ടുവന്ന് വെച്ച ചൂട് ചായ ഞാൻ വേണ്ടെങ്കിലും ഊതി ഊതി കുടിച്ചു. അതിൻ്റെ കൂടെ പ്ലേറ്റിൽ വെച്ചിരിക്കുന്ന 2 ഏത്തയ്ക്കാപ്പൂ എടുത്ത് കഴിച്ചു. മുകുന്ദേട്ടൻ എന്നെ കെട്ടാൻ സമ്മതിക്കുമ്പോൾ എനിക്ക് നേരെ നിൽക്കുവാനുള്ള ആരോഗ്യമെങ്കിലും വേണ്ടേ എന്നതായിരുന്നു എനിക്കപ്പോൾ മനസ്സിൽ വന്ന ചിന്ത. ചായകുടിയും കഴിപ്പും കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും മുകുന്ദേട്ടനെ എനിക്ക് ഓർമ്മ വന്നു. ഒന്ന് കാണാൻ കണ്ണുകൾ തുടിച്ചു. സമയം സന്ധ്യയോട് അടുത്തിരിക്കുന്നതിനാൽ തന്നെ നേരെ കൃഷ്ണൻ്റെ അമ്പലത്തിലേക്ക് പോകുവാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. വേഗം തന്നെ ഇട്ടിരുന്ന തുണി മാറി ഒരു ചുരിദാർ എടുത്ത് ധരിച്ചു. മുഖം ഒന്ന് പൗഡർ കൊണ്ട് മിനുക്കി മുടി പിന്നിലേക്ക് മാടി വെച്ചുകൊണ്ട് ഞാൻ ഒരുങ്ങിയിറങ്ങി. അച്ഛനിൽ നിന്നും അനുവാദവും വാങ്ങി നേരെ ക്ഷേത്രത്തിലേക്ക് നടക്കുമ്പോൾ ഏട്ടനെ ഒന്ന് കൺകുളിരെ കാണണമെന്ന് മാത്രമായിരുന്നു എൻ്റെ പ്രാർത്ഥന. മുകുന്ദേട്ടൻ്റെ വീടിന് മുൻപിൽ കൂടി പോകുമ്പോൾ തുറത്തു കിടക്കുന്ന അമ്പാട്ടെ വീടിൻ്റെ ഗേറ്റിനുള്ളിൽ കൂടി ഞാനൊരു നിമിഷം തല അകത്തേക്ക് ഇട്ടു നോക്കി. ആരെയും പുറത്ത് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ മുകുന്ദേട്ടൻ്റെ ബൈക്കും കാണുവാനില്ലായിരുന്നു. ആള് കോവിലിലേക്ക് പോയതായിരിക്കുമെന്ന് അപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു. തൊണ്ടും കഴിഞ്ഞ് നേരെ അമ്പലത്തിൻ്റെ മുൻപിലേക്ക് വേഗത്തിൽ പാഞ്ഞു. ചുറ്റമ്പലത്തിനുള്ളിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ മതിൽക്കെട്ടിന് പുറത്തിരിക്കുന്ന മൂന്നേട്ടൻ്റെ ബൈക്ക് കണ്ടതും എന്നിലെ പ്രണയിനി വീണ്ടും പൂത്തു തളിർത്തു. നേരെ അമ്പലത്തിലേക്ക് കയറി. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ക്യൂവിൻ്റെ അവസാനമായി കയറിയെന്നു. ദീപാരാധനയ്ക്ക് വേണ്ടി അപ്പോഴേക്കും നട അടച്ചിരുന്നു. ശ്രീകോവിലിന് ഇടത്തുവശത്തായി തന്നെ നിന്നുകൊണ്ട് ഏട്ടൻ്റെ കൂട്ടുകാരൻ അഭിയേട്ടൻ കൃഷ്ണസ്തുതികൾ ഇടയ്ക്കയിൽ തീർക്കുന്നത് ഞാൻ കണ്ടിരുന്നു. പക്ഷേ എൻ്റെ കണ്ണുകൾ അപ്പോഴും കൈകൂപ്പി കണ്ണുകൾ അടച്ചുകൊണ്ട് കൃഷ്ണനോട് സങ്കടങ്ങൾ പറയുന്ന ഭക്തജനങ്ങൾക്കിടയിൽ മുകുന്ദേട്ടനെ തിരയുന്ന തിരക്കിലായിരുന്നു. ഒടുവിൽ ഞാൻ കണ്ടെത്തി. ശ്രീകോവിലിന് തൊട്ടും മുൻപിലത്തെ വരിയിലായി തൊഴുത് കണ്ണുകൾ അടച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന മുകുന്ദേട്ടനെ. ഞാനത് കണ്ടതും തിക്കിത്തിരക്കി അങ്ങോട്ടേക്ക് ചെന്ന് നിന്നു. ഏട്ടൻ്റെ മറുവശത്തുള്ള വരിയിലേക്കായി. കൃഷ്ണൻ നടയിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പ്രണയത്തെ കണ്ണുകൾ വിടർത്തി നോക്കി. കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് എന്നോട് ദേഷ്യപ്പെട്ടിട്ട് പോയ ആളാണ്. പക്ഷേ ഇപ്പോൾ ആ മുഖം ശാന്തമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട്. ഇട്ടിരുന്ന ഷർട്ട് ഇടത്തെ കൈയിൽ തൂക്കിയാണ് ആളിൻ്റെ കണ്ണടച്ചുള്ള നിൽപ്പ് തന്നെ. കഴുത്തിൽ കിടക്കുന്ന സ്വർണ്ണമാലയിൽ കുരുത്ത കൃഷ്ണൻ്റെ ലോക്കറ്റും സ്വർണ്ണ തകിടും തൂക്കുവിളക്കിലെ തിരിയുടെ വെളിച്ചത്തിൽ മിന്നി പ്രകാശിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കൃഷ്ണനെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് സ്വയം മറന്നു നിന്നു. പ്രണയം തുറന്നു പറഞ്ഞതുകൊണ്ടാവാം ഇപ്പോൾ പഴയതുപോലെ ആ പേടി എനിക്ക് ഏട്ടനോട് തോന്നുന്നുണ്ടായിരുന്നില്ല. പൊടുന്നനെ ഉച്ചത്തിൽ മണിനാദം മുഴങ്ങിക്കേട്ടു. നട ഭക്തജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. എൻ്റെ കണ്ണുകൾ അപ്പോഴേക്കും മുകുന്ദേട്ടനിൽ നിന്നും പിൻവാങ്ങി കോവിലിനുള്ളിലേക്ക് നീങ്ങി. കണ്ണഞ്ചിപ്പിക്കുന്ന ദീപങ്ങളുടെ നടുവിൽ
ഓടക്കുഴൽ ഊതിക്കൊണ്ട് നിൽക്കുന്ന കള്ളകൃഷ്ണനെ ഞാൻ കണ്ണു നിറയെ കണ്ടു തൊഴുതു. എൻ്റെ മുകുന്ദേട്ടനെ എനിക്ക് തന്നെ തരണേ. വേറൊരു പ്രാർത്ഥനയും എൻ്റെ നോവ് ഉരുവിടുന്നില്ല. എൻ്റെ മനസ്സിൽ നിന്നും പുറത്തേക്ക് വരികയില്ല. കണ്ണനെയും തൊഴുത് പ്രസാദവും വാങ്ങി തിരിഞ്ഞപ്പോഴേക്കും ഏട്ടൻ നിന്ന സ്ഥലം ശൂന്യമായിരുന്നു. ഞാൻ എൻ്റെ കണ്ണുകളാൽ അമ്പലത്തിനകം മുഴുവൻ തിരഞ്ഞു. പക്ഷേ നിരാശയായിരുന്നു ഫലം. ഒരിക്കൽ കൂടി ആളിനെ കാണുവാനായി എൻ്റെ ഹൃദയം തുടിച്ചതും എൻ്റെ കാലുകൾ വടക്കേ നടയിൽ കൂടി അമ്പലമുറ്റത്തേക്ക് പാഞ്ഞു. അവിടെയും ഇവിടെയും ഞാൻ തിരയുവാനായി തുടങ്ങി. ഒടുക്കം ഞാൻ എൻ്റെ പ്രണയത്തെ ദൂരെ നിന്ന് കണ്ടു. അമ്പലക്കുളത്തിന് നേർക്ക് നടക്കുന്ന എൻ്റെ മുകുന്ദേട്ടൻ ഊരിയ ഷർട്ട് ആൾ നടക്കുന്നതിനൊപ്പം ഇടുന്നുമുണ്ട്. തുള്ളിക്കളിക്കുന്ന മനസ്സിനെ ഒരു വിധത്തിൽ അടക്കി നിർത്തിക്കൊണ്ട് ഞാൻ ഏട്ടൻ്റെ പിന്നാലെ പതിയെ കാലുകൾ നീക്കി. മുകുന്ദേട്ടൻ ചുറ്റുമൊന്ന് പരതി നോക്കിയിട്ട് കുളത്തിൻ്റെ പടികൾ ഇറങ്ങുന്നത് ഞാനപ്പോൾ ശ്രദ്ധിച്ചു. ഏട്ടനിപ്പോൾ എന്തിനാ കുളത്തിലേക്ക് പോണത്? ഒട്ടൊരു സംശയത്തോടെയാണ് ഞാൻ അങ്ങോട്ടേക്ക് നടന്നത്. കുളപ്പുരവാതുക്കൽ നിന്നുകൊണ്ട് ഞാൻ താഴേക്ക് നോക്കി. ഒന്നേ എനിക്ക് അങ്ങോട്ടേക്ക് നോക്കുവാൻ കഴിഞ്ഞുള്ളൂ. കുളത്തിൻ്റെ അവസാനത്തെ പടിയിലിരുന്നു കൊണ്ട് ഒരു പെണ്ണിനോട് സംസാരിക്കുന്ന മുകുന്ദേട്ടൻ. എൻ്റെ ഹൃദയം തകർക്കുന്ന കാഴ്ചയായിരുന്നത്. അപ്പോൾ കാത്തിരിക്കുക കേട്ടോ. അടുത്ത പാട്ടുമായിട്ട് വേഗം അടുത്ത ദിവസം തന്നെ വരാം. ബൈ ബൈ.